ഹലോ മൈ ഡിയേഴ്സ്. അപ്പം നമുക്കിന്ന് വേഗത്തിൽ ഒരു കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഒരു വെറൈറ്റി കേക്കാണ് കേട്ടോ. വെറൈറ്റി കേക്കല്ല, ആ കേക്കിൽ ഒരു വെറൈറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്കാണ് അത്, പ്ലസ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ചോക്കോ ടെൻഡർ കോക്കനട്ട് കേക്കാണ് കേട്ടോ. ഞാനിവിടെ 2 kg വെയിറ്റിലാണ് കേക്ക് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ 2 kg വെയിറ്റിലാണ് കേട്ടോ ഈ കേക്ക് ചെയ്യുന്നത്. കൂട്ടുകാർക്ക് 1 kg മതിയെങ്കിൽ ഇതിൻ്റെ ഹാഫ് പോർഷൻ എടുത്താൽ മതിയെല്ലാം. ഇവിടെ ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1.5 കപ്പ് മൈദ പ്ലസ് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഹാഫ് കപ്പ് കൊക്കോ പൗഡറാണ് എടുക്കുന്നത്. ഇനി കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോർഷനും കൂടെ മൈദ എടുക്കാം. ഞാൻ എപ്പോഴും കേക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു അല്പം മാവ് എക്സ്ട്രാ എടുക്കാറുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം മൈദയൊക്കെ അല്ലെങ്കിൽ കോൺഫ്ലവറോ ഞാൻ എക്സ്ട്രാ എടുക്കും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ എപ്പോഴും കേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടാവില്ല. ചിലപ്പം കുഴിഞ്ഞു പോകാം, അല്ലെങ്കിൽ ക്രാക്ക് വീഴാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അടി കരിഞ്ഞു പോകാം. ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സംഭവിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം മാവ് എക്സ്ട്രാ എടുത്താൽ മതി. നമുക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഇൻഗ്രീഡിയൻസ് എടുക്കുക. പിന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്തെടുക്കാം. ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്റർ നല്ല ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എപ്പോഴും പഞ്ചസാര പൊടിക്കാതെയാണ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിനകത്തേക്ക് 1.25 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പഞ്ചസാര പൊടിക്കാതെ ചേർക്കുന്നതിന് കാരണം ആ പഞ്ചസാര അരിഞ്ഞു വരുന്നതാണ് എൻ്റെ ഒരു കണക്ക്. അപ്പം നമ്മുടെ ബാറ്ററും അത്രയ്ക്കും കറക്റ്റായി കിട്ടും, നമ്മുടെ ആ മുട്ടയുടെ ആ ഒരു മിക്സ്. അതിനുശേഷം ഞാൻ നമ്മുടെ വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കാറ്. സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാറില്ല. അതിൻ്റെ കൂടെ അതിലേക്ക് ഞാൻ ഒരുമിച്ച് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കും. പിന്നെ ഞാനൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലൊന്നും ഞാൻ വേറെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ രീതി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടാറുണ്ട് കേട്ടോ. സ്പാച്ചുല കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിലിട്ടോ നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുത്തിമറിച്ച് ഇളക്കരുത്, അല്ലാതെ സാവധാനത്തിലൊന്ന് ഇളക്കിയാൽ മതി. നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, ആ ഒരു പരുവം നന്നായിട്ട് കിട്ടും. ഞാനിവിടെ 2 ടിന്നാണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോയുടെ 2 ടിന്ന് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കാരണം ഞാനിവിടെ കുറച്ച് ഹൈറ്റിൽ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ 1.5 കിലോയുടെ 2 പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പകുതിയായിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ടാപ്പ് ചെയ്തിട്ട് ഞാൻ ഓവനിലാണിത് വെക്കുന്നത്. കൂട്ടുകാർക്ക് ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ ഒരു 40 മിനിറ്റോളം സമയമെടുത്തു. 40-50 മിനിറ്റിനകത്ത് നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. കേക്ക് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 കരിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 4 കരിക്കും അത്യാവശ്യം നല്ലപോലെ ഫ്ലഷുള്ള കരിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കരിക്കും അതിന് കുറച്ച് വെള്ളവുമായിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് ആയിട്ടൊന്നുമല്ല, ചെറിയ ക്രംസൊക്കെ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന രീതിയിൽ തന്നെ കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളവും, അതായത് നമ്മുടെ കരിക്കിൻ്റെ വെള്ളം ഉണ്ടല്ലോ, കരിക്കിൻ്റെ വെള്ളവും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഫില്ലിങ്ങിലേക്ക് ആവശ്യമുള്ള നമ്മുടെ സിറപ്പ്. കരിക്കിൻ്റെ വെള്ളമൊന്നും നമുക്ക് ആവശ്യമില്ല. ഞാനിവിടെ എനിക്ക് തോന്നുന്നു ഒരു കരിക്കിൻ്റെ വെള്ളമൊക്കെ എനിക്കിവിടെ വേണ്ടി വന്നിട്ടുള്ളൂ. ഞാനിവിടെ കേക്ക് മൊത്തം 6 ലെയറായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് തന്നെ എനിക്ക് കറക്റ്റ് അളവായിരുന്നു. അപ്പോൾ ബാക്കി വന്ന നമ്മുടെ കരിക്ക് ഞാനെന്താ അടുത്ത ഫില്ലിംഗ് ആയിട്ട്, അതായത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഞാനൊന്ന് നല്ലപോലെ അരച്ചു എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിക്ക് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുമുണ്ട്. അത് ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാനിത് എങ്ങനെ അരച്ചെടുക്കുക എന്ന് പറയാം. ബാക്കി വന്ന ആ ഒരു കരിക്കും അതുപോലെ തന്നെ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അല്പം പോലും വെള്ളം ചേർത്ത് അരയ്ക്കാൻ നിൽക്കരുത്, കാരണം നമുക്കിത് നമ്മുടെ ക്രീമിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് ചേർക്കാനുള്ളതാണ് കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുക. കാണുന്ന ഈ രീതിയിൽ തന്നെ നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിലും നമ്മുടെ ക്രീമിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം തിക്കാണ് എന്നുള്ളത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കട്ട് ചെയ്ത് ഞാൻ മാറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കരിക്ക് നല്ല നേർത്ത ഭാഗം നോക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ. അത്യാവശ്യം ഒരു കപ്പോളം ഞാൻ കരിക്ക് അവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്.
അടുത്തത് ഞാനിവിടെ 2 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീറ്റ് ചെയ്ത ക്രീമിൽ നിന്ന് കുറച്ച് ക്രീം, അതായത് പകുതി ക്രീമും അതേപോലെ നമ്മൾ നേരത്തെ ഫില്ലിംഗ് ആയിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ടെൻഡർ കോക്കനട്ടിൽ നിന്ന് പകുതിയും കൂടെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ക്രീമും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫില്ലിങ്ങും നല്ല രീതിയിൽ തന്നെ കട്ടിക്ക് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ക്രീം നമ്മൾ ചെയ്തതിനേക്കാളും ഒരു അല്പം കൂടെ ലൂസാകും. അപ്പം ഈ ഒരു അളവ് നല്ല തിക്കായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഫില്ലിങ്ങിലോട്ട് നമുക്കിനി അടുത്ത് വേണ്ടത് ഡാർക്ക് ചോക്കോ ചിപ്സ് ആണ് കേട്ടോ. അതും കൂടെ ഞാനിവിടെ ഒരു 1/2 കപ്പോളം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത്രയും എടുത്ത് നമ്മൾ ആദ്യമേ മാറ്റി വയ്ക്കുക. പിന്നെ ഞാനിതാ നമ്മുടെ കേക്കൊക്കെ അതിൻ്റെ ഇടയിൽ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനതിന് 6 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം സ്പഞ്ചൊക്കെ നമുക്കിനി അടുത്ത് നമുക്ക് നേരെ ഐസിങ്ങിലോട്ട് കടക്കാം. കേക്കൊക്കെ നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഞാനിവിടെ ഐസിങ് ചെയ്യുന്നത്. നല്ല രാത്രി ആയിട്ടുണ്ട്, അത് ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. നമുക്ക് എന്നാലും ഐസിങ് ചെയ്യാം. ഐസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും താഴെ കൊടുക്കുന്ന ലെയറിനകത്ത് ഞാൻ എപ്പോഴും കുറച്ച് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും നമ്മുടെ ആ ഒരു ഫില്ലിങ്, അതായത് സിറപ്പ് ഞാൻ കൊടുക്കുന്നത്. ഇതിലും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരല്പം കുറച്ച് തന്നെയാണ് ഞാൻ അവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷും നമ്മുടെ ക്രീമും കൂടെ ആക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ക്രീം, അതാണ് കേട്ടോ ഞാനിവിടെ ലെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ അതിവിടെ കൊടുക്കുന്നുണ്ട്. ആ ക്രീം അത്യാവശ്യം ഒരുപാട് കട്ടിക്ക് ചെയ്യുന്നില്ല, കാരണം കേക്ക് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കേക്കാണ്. അപ്പം ഒരുപാട് ക്രീം അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ട് ഞാനൊരല്പം ക്രീം കുറച്ചാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ ക്രഷ് ചെയ്തതിൽ തന്നെ നമ്മൾ പകുതി എടുത്ത് പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു നമ്മുടെ മിക്സും കൂടെ ഞാനിതിൻ്റെ പുറത്ത് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ഞാൻ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയും പുറത്ത് നമ്മുടെ ചോക്കോ ചിപ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഈ 6 ലെയറും ചെയ്തു പോകുന്നത് കേട്ടോ. ഞാൻ വെറ്റ് ചെയ്യുന്ന സമയത്ത് കൂട്ടുകാർക്ക് കാണാൻ പറ്റും, അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ക്രംസും കൂടെ അതിൻ്റെ പുറത്ത് കേക്കിൻ്റെ പുറത്ത് വന്ന് വീഴുന്നുണ്ട്. അത് സാരമില്ല, നിങ്ങളും അത് ചെയ്യുന്ന സമയത്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ആ ഒരു വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് റെഡിയാക്കണം എന്നില്ല. ഒരല്പം ക്രംസ് അതിനകത്ത് കിടക്കുന്നത് നല്ലത് തന്നെ, അതും ഒരു ടേസ്റ്റിന് നമുക്ക് കിട്ടും. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് അത് വേറെ ഫില്ലിങ്, അതായത് നമ്മൾ ക്രീം തേക്കുന്ന സമയത്ത് നമുക്കതിൽ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. കാരണം സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു കോക്കനട്ട് ആയതുകൊണ്ട് അത് അവിടെ കേക്കിനോട് ചേർന്ന് അങ്ങനെ പറ്റിക്കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഓരോ ലെയർ ഞാൻ വെച്ച് കൊടുക്കുന്ന സമയത്തും ഞാൻ താഴെയുള്ള ലെയറും ആ ക്രീമും അത്യാവശ്യം നല്ലപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടാണ് അടുത്ത ലെയർ വെച്ച് കൊടുക്കാറ്. കാരണം നമ്മൾ വെക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയിട്ട് നമ്മൾ മൊത്തത്തിൽ ക്രീം തേക്കുന്ന സമയത്ത് ഒരു സൈഡ് നീങ്ങി ഒരു സൈഡ് നീക്കി കുറഞ്ഞ് ആ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് കേട്ടോ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തുടക്കക്കാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്. ഓരോ ലെയറിലും ഞാൻ ഈ എടുത്ത അളവ് കറക്റ്റായിരുന്നു. എനിക്ക് ഈ ഒരു 6 ലെയറിന് എനിക്ക് കറക്റ്റായിരുന്നു. ആ ഒരു ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിലും ചോക്കോ ചിപ്സ് ആണെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കോക്കനട്ട് ആണെന്നുണ്ടെങ്കിലും എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. ഈ ഒരു അളവിൽ തന്നെ നിങ്ങളും എടുത്താൽ മതിയാകും. നല്ല രീതിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫില്ലിങ്ങിൽ തന്നെ നമുക്ക് നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യം കുറച്ച് ക്രീം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ കോക്കനട്ടിൻ്റെ ക്രഷ് ആഡ് ചെയ്യാതെ കുറച്ച് ക്രീം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രീം എടുത്ത് നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യാം. ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുകാരുടെ കയ്യിൽ എന്ത് ടൂളാണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചുറ്റിനും ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് അതിൻ്റെ എഡ്ജസ് ഒന്നും കറക്റ്റ് ആകുന്നില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത്. ഒരുപാട് തവണ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഞാനും ഒരുപാട് വട്ടം ചെയ്തതിന് ശേഷമാണ് എനിക്ക് പിന്നെയും ആ ഒരു ലെവലിലൊക്കെ കിട്ടി തുടങ്ങിയത്. അപ്പോൾ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. തീരെ ഫിനിഷിംഗ് ഒക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അതിൻ്റെ ചുറ്റിനും സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ആ ബ്രഷ് വെച്ച് ചുറ്റിനും വരച്ചു കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം അതൊരു മോഡലും ആകും. ആ ഒരു ഫിനിഷിംഗ് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്കവിടെ മാറിക്കിട്ടും.
ഞാനിവിടെ നമ്മുടെ കേക്ക് അത്യാവശ്യം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എൻ്റെ ബേസൊക്കെ നല്ലപോലെ ഞാനവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തുണിയൊക്കെ വെറ്റ് ചെയ്ത് തുടയ്ക്കുന്നതിനേക്കാളും ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കുറച്ചുകൂടെ വൃത്തിക്ക് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ബേസൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അടുത്തത് നമ്മുടെ ഡിസൈനിങ് ആണ്. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. നിങ്ങൾക്ക് കാണാം എൻ്റെ കേക്കിൻ്റെ ചുറ്റിനും അത്രത്തോളം ആ ഒരു ഫിനിഷിങ് വന്നിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കൊടുക്കുന്ന ആ ഒരു മോഡലിന് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അത്രത്തോളം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാത്തത്. ഇത് നമ്മുടെ കോണാണ്, ഐസ്ക്രീം കോൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത് മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കേക്കാണ്. സോ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഐസ്ക്രീം. ഇപ്പോൾ ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത മക്കളൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പം ഐസ്ക്രീം അവൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ കരുതി ഒരു ഐസ്ക്രീം മോഡലിൽ നമുക്ക് ഈ കേക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോൺ വാങ്ങി ഡിസൈൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ സെറ്റായിട്ട് കോൺ വാങ്ങിക്കാൻ കിട്ടും. 60 രൂപയാണ് ഇവിടെ ഞാൻ വാങ്ങിച്ചത്. കോണ് ഇങ്ങനെ സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടിയത്. അതിനെ പകുതിയായിട്ട് ഒരു കോണിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ കത്രികയ്ക്ക് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ചുറ്റിനും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ചുറ്റിനും കറക്റ്റ് ഹൈറ്റിന് നമ്മുടെ 6 ലെയറിൽ നമ്മൾ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഹൈറ്റ് കറക്റ്റായിരുന്നു. ഇവിടെ ചുറ്റിനും ഒട്ടിച്ച് കഴിഞ്ഞപ്പം കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ മോഡലിൽ നമുക്കത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ സൈഡ് ഭാഗം, അതായത് കോണില്ലാത്ത ഭാഗമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രഷ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ സൈഡൊക്കെ, കാരണം കോൺ വെച്ച സമയത്ത് ക്രീമിനകത്തോട്ട് കയറിയപ്പോൾ അവിടെ ഒരു വിടവ് പോലെയൊക്കെ തോന്നിയിടത്തൊക്കെ ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെച്ച നമ്മുടെ ആ കോണിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐസ്ക്രീമൊക്കെ ഇരിക്കുന്ന ആ ഒരു ഷേപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കളറല്ല ചേർക്കുന്നത്, അതായത് എഡിബിൾ ഫുഡ് കളറല്ല ചേർക്കുന്നത്. പകരം നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, പിസ്തയുടെ മിക്സ്, ചോക്ലേറ്റ് മിക്സ്, മാംഗോയുടെ മിക്സ്, സ്ട്രോബെറിയുടെ മിക്സ്, ഇത് ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കളറ് ഞാൻ അങ്ങനെ ഒരുപാട് കയ്യിലൊക്കെ ആവണ്ട. പിന്നെ ഇതിനൊരു ഫ്ലേവറും കൂടെ കിട്ടുമല്ലോ. ആക്ച്വൽ ഐസ്ക്രീം വെക്കുന്നതിന് പകരം ആ ഒരു ഫ്ലേവറിന് ക്രീമാണ് കൊടുക്കുന്നത്. അപ്പം ഒരു ടേസ്റ്റ് നമ്മുടെ കേക്കിന് കിട്ടും. പിന്നെ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് ഓരോന്നിൻ്റെ പുറത്തും പലതരത്തിലുള്ള പല കളറിലുള്ള സ്പ്രിങ്കിൾസ് കയ്യിലുണ്ടായിരുന്നത് ഞാൻ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നടുക്ക് ഭാഗത്തായിട്ട് ഞാൻ മോളുടെ പേര് എഴുതി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ കേക്കിൽ ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് നിങ്ങളുടെ മോഡലിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ആക്ച്വലി ഈ ഒരു മോഡൽ ശരിക്കും വർക്കൗട്ടായി. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വേറെയും കുട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരൊക്കെ ആക്ച്വൽ ഐസ്ക്രീം എൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു എന്നാണ് വിചാരിക്കുന്നത്. ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.